ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഹണ്ടർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ ഫ്രൈഡ് റൈസ്. കുറേ പേർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടി നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം റൈസ് ഒന്ന് കുതിരാനായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. വെള്ള നിറത്തിലുള്ള ബസ്മതി റൈസാണ് വേണ്ടത്. ഇതിപ്പോൾ 3/4 കിലോ ഉണ്ട്. ഇനി വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത് ഏകദേശം 1/2 കിലോ ഉണ്ട്. ഇനി ഇത് കായം പിടിപ്പിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്തെല്ലാം ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, കോൺഫ്ലോർ 1 ടീസ്പൂണ്, പിന്നെ സോയാ സോസ് ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി കായം പിടിപ്പിച്ച് മാറ്റി വെക്കാം. പിന്നെ പാകത്തിന് ഉപ്പൂടെ വേണം. ഇനി വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു എഗ്ഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ കളർ ക്യാപ്സിക്കം 1/2 പകുതി മതി. ബീൻസ് 3 എണ്ണം, ക്യാരറ്റ് ഒരു പകുതി കഷ്ണം, ഉള്ളിയുടെ തണ്ട് 1 എണ്ണം, ഒരു സവാളയും. ഒരു കുഞ്ഞു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ റൈസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. അരമണിക്കൂർ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ വെള്ളമൊക്കെ പോകാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഊറ്റാം. ഇനി നമ്മുടെ റൈസിന് ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സോസ് ഉണ്ടാക്കി മാറ്റി വെക്കാം. സിമ്പിളാണ്. 1/2 ടീസ്പൂൺ സോയാ സോസിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പിടുക. അപ്പോൾ സോസായി. അപ്പോൾ ഇനി റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പോട്ട് ചൂടാക്കാനായി വെക്കാം. ഇതിലേക്ക് 3 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാം. സൺഫ്ലവർ ഓയിലാവാം, അല്ലെങ്കിൽ ഒലിവ് ഓയിലും എടുക്കാം. ഇനി ഊറ്റി വെച്ച അരി ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. റൈസ് പരസ്പരം ഒട്ടി നിൽക്കാതെ ഇരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം അതിലേക്ക് ഒഴിച്ച് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കിയാൽ മതി. 90% വേവാകുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഊറ്റാം. അധികം വേവാവരുത്, ഒട്ടിപ്പിടിക്കും. അപ്പോൾ റൈസ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. വെവ്വേറായിട്ട് നിൽക്കണം. ഇനി വേവിക്കാനുള്ളത് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ പോട്ട് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച് വെജിറ്റബിൾസ് ഓരോന്നായി ആഡ് ചെയ്യാം. ക്യാപ്സിക്കം മാത്രം ഇപ്പോൾ ചേർക്കണ്ട. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഈ മുട്ടയും കൂടെ ചിക്കിയെടുക്കണം. വേറെ പാത്രമൊന്നും എടുക്കണ്ട. വെജിറ്റബിൾസൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഈ പാത്രത്തിൽ തന്നെ മുട്ട ചിക്കിയെടുക്കാം. പിന്നെ വെജിറ്റബിൾസ് ഒന്നും അധികം അങ്ങ് കുക്കായി പോവണ്ട. ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയാണ് നമ്മൾ മാറ്റി വെച്ച സോസ് ഒഴിക്കണത്. ഒരു സ്പൂണിലെടുത്ത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. സോസ് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒഴിക്കുക. റൈസ് പൊട്ടാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കായം പിടിപ്പിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് വേണമെങ്കിൽ നമ്മുടെ എളുപ്പത്തിന് നേരത്തെ ചെയ്ത് വെക്കാം. ഇതുപോലെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഇനി ഈ ചിക്കനും ക്യാപ്സിക്കവും ഉള്ളിത്തണ്ടും റൈസിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് ആവി കയറ്റാം. അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ കനലിൽ കുറച്ച് സമയം വെച്ചാൽ മതി. ഫ്രൈഡ് റൈസ് തയ്യാറായിട്ടുണ്ട്. റൈസൊക്കെ ഇതുപോലെ ഒട്ടാതെ വിട്ട് നിൽക്കണം. ഇതുവരെ ഉണ്ടാക്കാത്തവർ ഇതൊന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീട്ടിൽ ഈ റെസിപ്പി ഉണ്ടാക്കുന്നവർ പുതിയ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എല്ലാവർക്കും വേണ്ടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.